അപ്പൊ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മളിന്ന് ബൂസ്റ്റിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ബൂസ്റ്റിംഗ് എന്ന് വെച്ചാൽ പ്രൊമോട്ട്. പലതരത്തിൽ നമ്മുടെ വീഡിയോസും ചാനലും പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. വ്യൂസ് തന്നെയാണ് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാര്യം. ഇപ്പൊ നിങ്ങളുടെ ചാനലിന് താരതമ്യേന വ്യൂസ് കുറവായിരിക്കാം. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന ഒരു ബൂസ്റ്ററുടെ കയ്യിൽ ഏൽപ്പിച്ച് നിങ്ങൾ അത് ബൂസ്റ്റ് ചെയ്യണമെന്നും, അപ്പം അല്ലെങ്കിൽ ചില ആൾക്കാർ ആപ്ലിക്കേഷൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ വ്യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് പേടിയുണ്ട് ഇത്തരത്തിലുള്ള ഫീച്ചർ ഉപയോഗിക്കാൻ വേണ്ടി. കാരണം എന്താണ്, നിങ്ങളുടെ മോണിറ്റൈസേഷൻ റദ്ദാവുമോ, അല്ലെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ എന്താ പറയാ തട്ടിപ്പ് ചെയ്തു കഴിഞ്ഞാൽ യൂട്യൂബ് അതിന് മനസ്സിലാക്കി കഴിഞ്ഞാൽ യൂട്യൂബ് മോണിറ്റൈസേഷൻ തരുമോ എന്നൊക്കെ ചില ആൾക്കാർക്ക് പേടിയുണ്ടാവും. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളും ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഒന്നും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ വ്യൂസ് കൂട്ടാൻ ശ്രമിക്കരുത്. അത് ആദ്യം തന്നെ പറഞ്ഞുതരാം. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മുടെ പ്രൊമോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ യൂട്യൂബ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ യൂട്യൂബിന്റെ ഈ ഒരു പ്രൊമോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു പ്രൊമോഷൻ കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളുടെ വീഡിയോസിന് ഇപ്പം ഒരു 24 മണിക്കൂറിനുള്ളിൽ 10,000 വ്യൂ വേണമെങ്കിൽ അത് നമുക്ക് ആ രീതിക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഒരു തരത്തിലുള്ള കുഴപ്പവും വരില്ല. അതിനനുസരിച്ചുള്ള ഫണ്ടും അതിന്റെ അകത്തുണ്ട്. ഇത്ര ദിവസത്തേക്ക് ഇത്ര ഫണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ആ ഫണ്ട് പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വ്യൂസും കിട്ടും. അത്യാവശ്യം നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പൊ ഈ യൂട്യൂബിന്റെ ഈ ഒരു പ്രൊമോട്ട് എന്ന് പറയുന്ന സംഭവം നമുക്ക് യാതൊരുവിധ പേടിയും ഇല്ലാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ്. അതിനെപ്പറ്റി യാതൊരുവിധ പേടി നിങ്ങൾക്ക് വേണ്ട. ധൈര്യമായിട്ട് ഉപയോഗിക്കാം. നിങ്ങളുടെ ചാനലിൽ മോണിറ്റൈസേഷൻ കിട്ടിയ ആൾക്കാരാണെങ്കിലും ശരി, കിട്ടാത്ത ആൾക്കാരാണെങ്കിലും ശരി, നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ മോണിറ്റൈസേഷൻ കിട്ടിയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇതുവഴി കിട്ടുന്ന, അതായത് ഈ ബൂസ്റ്റിങ്ങിലൂടെ കിട്ടുന്ന ഈ ഒരു വ്യൂസിന് ഒരിക്കലും യൂട്യൂബ് ഫണ്ട് തരുന്നതല്ല. അത് ആദ്യം മനസ്സിലാക്കണം. ചില ആൾക്കാരൊക്കെ ചിന്തിക്കുന്ന ആ ബൂസ്റ്റ് ചെയ്യാൻ എന്നിട്ട് ഒരുപാട് പൈസയൊക്കെ നമുക്ക് ഉണ്ടാക്കാന്നൊക്കെ ചിന്തിക്കും. എന്നാൽ അത്തരത്തിലുള്ള മണ്ടൻ ചിന്താഗതി നിങ്ങൾ മാറ്റിക്കോ. ഒരിക്കലും വ്യൂസ്, അതായത് ബൂസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന വ്യൂസിലൂടെ ഒരിക്കലും ഫണ്ട് തരുന്നതല്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചാനൽ മോണിറ്റൈസേഷൻ ആവാത്ത തുടക്കക്കാർക്ക് ഈ ഒരു സംഭവം ചില ആൾക്കാർ ഉദ്ദേശിക്കും നമുക്ക് ഇത് വെച്ച് ബൂസ്റ്റ് ചെയ്തിട്ട്, അതായത് പൈസയൊക്കെ കൂടുതൽ കൊടുത്ത് കൂടുതൽ വ്യൂസ് നേടുന്ന ആൾക്കാരുണ്ട്. എന്തിനാണ് അങ്ങനെ നേടുന്നത്? നിങ്ങളുടെ വാച്ച് അവറൊക്കെ കംപ്ലീറ്റ് ആക്കാനായിരിക്കും. എന്നാൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതുപോലുള്ള ബൂസ്റ്റിംഗ് സംവിധാനം ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇത്തരത്തിലുള്ള ബൂസ്റ്റിംഗ് കൊണ്ട് നമുക്കുണ്ടാവുന്ന വ്യൂസിനെ ഒരിക്കലും മോണിറ്റൈസേഷന്റെ വാച്ച് അവറിൽ പരിഗണിക്കുന്നതല്ല. മോണിറ്റൈസേഷൻ ആയ ആൾക്കാർക്കും മോണിറ്റൈസേഷൻ അല്ലാത്ത ആൾക്കാർക്കും ഇത് ഒരു തരത്തിലും പരിഗണിക്കുന്നതല്ല. ഈ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഇത് വ്യൂ നിങ്ങൾക്ക് കിട്ടും, അതുപോലെ തന്നെ കുറച്ച് സബ്സ്ക്രൈബറും കിട്ടും. അതിനെക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അക്കൗണ്ട് ഒന്ന് അത്യാവശ്യ രീതിയിൽ റീച്ച് ചെറിയ രീതിയിൽ ഡെവലപ്പ് ആവും. പക്ഷേ ഒരിക്കലും നിങ്ങൾക്ക് ഇതുകൊണ്ട് ഫണ്ട് കിട്ടുകയോ അല്ലെങ്കിൽ മോണിറ്റൈസേഷന് വേണ്ട വാച്ച് അവറിന് ഈ ഒരു സംഭവം ഉൾപ്പെടുത്തുകയോ ചെയ്യില്ല യൂട്യൂബ്. അത് നിങ്ങളുടെ വീഡിയോ ജനങ്ങൾ കണ്ടുകൊണ്ട് തന്നെ, നിങ്ങളുടെ വ്യൂവേഴ്സ് കണ്ടുകൊണ്ട് തന്നെ ആ മണിക്കൂറാവണം. അപ്പം ബൂസ്റ്റിംഗ് സംവിധാനം ഉപയോഗിക്കുന്നതിന് മുമ്പ് എല്ലാവരും ഈ ഒരു വസ്തുത തിരിച്ചറിയുക. കാരണം പല ആൾക്കാരും ഇത് തിരിച്ചറിയാതെയാണ് പൈസയും കൊടുത്ത് ബൂസ്റ്റ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാറ്റഗറിയിൽ ആൾ വിചാരിക്കുന്നത് മോണിറ്റൈസേഷൻ എങ്ങനെയെങ്കിലും ആക്കാം, നമുക്ക് വാച്ച് അവർ പെട്ടെന്ന് കംപ്ലീറ്റ് ആവുമല്ലോ. ഇപ്പം 1 ലക്ഷം വ്യൂ 2 ലക്ഷം വ്യൂ ഒക്കെ കിട്ടുമ്പോൾ നിങ്ങളുടെ വാച്ച് അവർ കംപ്ലീറ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം വാച്ച് അവർ എന്ന് പറഞ്ഞാൽ വലിയൊരു വെല്ലുവിളി തന്നെയാണ്, നമ്മൾ ഇല്ലാന്ന് പറയുന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും മോണിറ്റൈസേഷനിൽ നിങ്ങളുടെ വാച്ച് അവർ അവർ പരിഗണിക്കുന്നതല്ല. ബൂസ്റ്റിംഗ് വഴി ഉണ്ടായ ഒരു എന്താ പറയാ ഈ ഒരു വാച്ച് അവർ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന ഇപ്പം 2 ലക്ഷം അല്ലെങ്കിൽ 1 മില്യൺ ഒക്കെ വ്യൂ വന്നേക്കാം. പക്ഷെ അതിനൊരിക്കലും എന്ത് തരില്ല, ഫണ്ടും തരില്ല ബൂസ്റ്റിങ്ങിലൂടെ. അപ്പൊ അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോൾ വലിയ ഡൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബിന്റെ ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ സസ്പെൻഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിക്കുള്ള എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു ഫീച്ചർ എന്താ പറയാ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ മറ്റുള്ള ആൾക്കാരെ, അതായത് ബൂസ്റ്റർമാരെ ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുന്നതിനേക്കാളും 10 മടങ്ങ് നിങ്ങൾക്ക് ഈ ഒരു സംവിധാനം ഉപയോഗിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അത്യാവശ്യം നിങ്ങൾക്ക് വ്യൂസും കിട്ടും, നിങ്ങളുടെ അക്കൗണ്ട് എന്താവും നല്ല രീതിക്ക് സബ്സ്ക്രൈബറും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ബൂസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സത്യത്തിൽ പറഞ്ഞാൽ തട്ടിപ്പ് തന്നെയാണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു സംഭവം അത് ജനങ്ങളിലോട്ട് നമ്മൾ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ പൈസ മുടക്കിയിട്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ബൂസ്റ്റിംഗ് സംവിധാനം ചെയ്തതുകൊണ്ട് മാത്രം നിങ്ങളുടെ ചാനലിൽ റീച്ച് ആവുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ കണ്ടിന്യൂസ്ലി നിങ്ങൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് വ്യൂസ്, അതായത് ഈ ബൂസ്റ്റിംഗിൽ ചെയ്ത വീഡിയോന്റെ അത്ര വ്യൂസ് ചിലപ്പോൾ തുടരെ ചെയ്യുന്ന വീഡിയോസിന് കിട്ടിയെന്ന് വരില്ല. കാരണം അത് ബൂസ്റ്റിങ്ങിലൂടെയുള്ള വ്യൂസ് ആണ് എന്നും കരുതി നിങ്ങൾ ഇനി ഡെയിലി വീഡിയോ ചെയ്യുമ്പോൾ അതിന് അത്രയും റീച്ച് വരണമെന്നില്ല. ആ റീച്ച് എങ്ങനെ നിങ്ങൾ കൊണ്ടുവരണം? കണ്ടിന്യൂസ്ലി നിങ്ങൾ വീഡിയോസ് ഇട്ട് വേണം ആ റീച്ച് നിങ്ങൾ കൊണ്ടുവരാൻ.
അതിന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. തുടക്കക്കാരാണ് ഇതുപോലെ ഒരുപാട് മണ്ടത്തരം കാണിക്കുന്നത്. അതുകൊണ്ടാണ് തുടരെ ഈ കാര്യം പറയുന്നത്. അങ്ങനെ നിങ്ങൾക്ക് വ്യൂസ് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ ഒരിക്കലൊക്കെ നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ തുടരെ നിങ്ങൾ ഈ ബൂസ്റ്റ് ചെയ്തതിനെ കൊണ്ട് നിങ്ങൾക്ക് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല. കാരണം എന്ന് പറഞ്ഞാൽ കയ്യിൽ നിന്ന് ഒരുപാട് പൈസയും പോവും, ഒരുപാട് വ്യൂസും വന്നിട്ടുണ്ടാവും. പക്ഷെ അതിനെ കൊണ്ട് ആ വ്യൂസ് എവിടെയും പരിഗണിക്കില്ല. ഇനി ബൂസ്റ്റിംഗ് ഇല്ലാത്തൊരു സമയത്ത് നിങ്ങളുടെ ചാനൽ അതുപോലെ കയറാനും പോകുന്നില്ല. അതാണ് ഞാൻ പറയുന്നത്. അപ്പം കണ്ടിന്യൂസ്ലി നിങ്ങൾ വീഡിയോ ചെയ്യുക, നല്ല രീതിക്കുള്ള തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ ടൈറ്റിലൊക്കെ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഹാഷ്ടാഗ് കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമാണ് ടൈറ്റിൽ ഒരു കാരണവശാലും നിങ്ങൾ ഹാഷ്ടാഗ് കൊടുക്കരുത്. യൂട്യൂബ് അത് സ്പാമിൽ പെടുത്തും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഈ ഹാഷ്ടാഗ് നിങ്ങൾ കൊടുക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതും 15 പിന്നെ ഈ പറയുന്ന ഹാഷ്ടാഗിൽ കൂടാനും പാടില്ല. അപ്പം ഒരുപാട് ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള തെറ്റുകളൊക്കെ പറയുന്നുണ്ട്. ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഷോർട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ ഷോർട്ട് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ഇതിന്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിലോ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ ഈ ബൂസ്റ്റിംഗ് സംവിധാനത്തിന്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലോ നിങ്ങൾ കമന്റ് ചെയ്താൽ ഞാൻ കൂടുതൽ വീഡിയോസ് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. വണ്ടിയിൽ നല്ല രീതിക്കുള്ള ചൂടാണ്. അപ്പം പുറത്താണെങ്കിൽ ഇന്ന് നല്ല വയലേഷനാണ്. വണ്ടിയുടെ അകത്ത് കയറി ഇരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പൊ ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോവാന്ന് വെച്ചിട്ട് ഈ വീഡിയോ എടുത്ത കേട്ടാ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റിലൂടെ അറിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട രീതിക്കുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. ബൈ.